Hello, Namaskaram. I am Merin. Welcome to my channel. In this video, we will ribbon calligraphy in A to Z alphabets. If the video start the channel subscribe please do subscribe. Subscribe the bell icon press the videos notification. You video start. I will video ribbon calligraphy. Our video is basic strokes and curves very clear. If you have a video, video concept clear. Now, we video start. I will drawing sheet. GMSM papers use ivory sheets use colors use poster colors watercolor use. പിന്നെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രഷ് പെൻ ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നോർമൽ വാട്ടർ കളർ ബ്രഷും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യമേ പെൻസിൽ വെച്ച് ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോഴും ആദ്യമേ നിങ്ങൾ പെൻസിൽ വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്തിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഭംഗിക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഓരോ ആൽഫബറ്റ്സ് എങ്ങനെ എഴുതുന്നതെന്ന് കാണിക്കാം. പോസ്റ്റർ കളർ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഓരോ ആൽഫബറ്റും ഒന്ന് ഡ്രൈ ആവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പം അതൊന്ന് ഡ്രൈ ആവുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി ലെറ്റേഴ്സും എഴുതാം. എന്നിട്ട് അവസാനം നമുക്ക് ഷെയ്ഡിങ് ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഡൗൺ സ്ട്രോക്കിനും അപ്പ് സ്ട്രോക്കിനും നമ്മൾ ഒരേ പ്രഷറാണ് കൊടുക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യം അഥവാ ശരിയായില്ലെങ്കിൽ അഥവാ കളേഴ്സ് ഡിമ്മായിട്ട് തോന്നുവാണെങ്കിൽ ഒന്നുകൂടെ ഓവർ റൈറ്റ് ചെയ്യാം. കാലിഗ്രഫി ഒരു സ്ലോ പ്രോസസ്സാണ്. അപ്പോൾ ഓരോ ലെറ്ററും ടൈം എടുത്ത് തന്നെ എഴുതുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാൻ നോക്കുക. അത് ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ സ്ലോ ചെയ്തും അല്ലെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ ആൽഫബറ്റ്സ് എല്ലാം നല്ലതുപോലെ ഡ്രൈ ആയി. ഇനി നമുക്ക് ഇത് ഒരു ഫൈൻ ലൈനർ വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. അപ്പം ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം നമ്മൾ ഡൗൺ സ്ട്രോക്സ് ആണ് ആദ്യം മാർക്ക് ചെയ്യുന്നത്. പിന്നെയാണ് നമ്മൾ അപ്പ് സ്ട്രോക്ക് മാർക്ക് ചെയ്യുന്നത്. അപ്പം ഏറ്റവും ആദ്യം ഇത് എൻ്റെ അകത്ത് ഇതും ഡൗൺ സ്ട്രോക്കാണ്, എന്നിട്ട് ഇതും ഡൗൺ സ്ട്രോക്കാണ്. അപ്പം ഏതാണോ ഡൗൺ സ്ട്രോക്ക് അതിൻ്റെ അകത്ത് ഇന്നർ ലൈൻ വേണം നമ്മൾ ഏറ്റവും ആദ്യം ഡ്രോ ചെയ്യാൻ. ഇന്നർ ലൈൻ നമ്മൾ ഈ എൻഡ് വരെ കൊണ്ടെത്തിക്കണം. അതുപോലെ തന്നെ ഇവിടെ ഈ എൻഡ് വരെ നമ്മൾ കൊണ്ടെത്തിക്കണം. പിന്നെ ബാക്കി നമ്മൾ ബൗണ്ടറി അങ്ങ് വരച്ചു കൊടുക്കാം. ഇനി ഈ അബ്സ്ട്രോക്ട്സ് എവിടേക്കാണോ വന്നേക്കുന്നത് അവിടെ ചെറിയൊരു ഷെയ്ഡ് പേന വെച്ച് തന്നെ കൊടുക്കുക.
അപ്പം എവിടേക്കാണ് അബ്സ്ട്രാക്ട് അവിടെ നമുക്ക് ഒന്നുകൂടെ ഈ കളർ വെച്ചിട്ട് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്ക് നല്ലൊരു ഡെപ്ത് കിട്ടും. അതേപോലെ ബാക്കി ലെറ്റേഴ്സ് നമുക്ക് ചെയ്തെടുക്കാം. ആദ്യം ഏതാണോ ഡൗൺ സ്ട്രോക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിൻ്റെ ഇന്നർ ലൈൻ നമ്മൾ ഏറ്റവും ആദ്യം വരയ്ക്കണം. അതങ്ങ് താഴെ ഓരോ എൻഡിലും വരെ മുട്ടിക്കണം. ഇതിലെ ഇന്നർ ലൈൻ ഇതാണ്. ഇതിങ്ങ് താഴെ വരെ നമ്മൾ കൊണ്ട് ടച്ച് ചെയ്യിക്കണം. ഔട്ട്ലൈൻ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും കുഴപ്പമില്ല. അവസാനം നമ്മൾ കളർ വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് നല്ലൊരു ഫിനിഷിങ്ങിൽ കിട്ടും. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ആ ഒരു പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ഔട്ട്ലൈനൊക്കെ അങ്ങോട്ട് കറക്റ്റ് ആവുന്നില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്യുക. വളരെ സ്ലോ ആയിട്ടാണ് നമ്മളത് ചെയ്യേണ്ടത്. വീഡിയോ എടുക്കേണ്ട ഒരു ധൃതിയിലാണ് ഞാൻ ഇത്ര ഒരു മിസ്റ്റേക്കായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ലൈൻസ് വരയ്ക്കുമ്പോൾ ബ്രേക്കൊന്നും വരാത്ത രീതിയിൽ വരയ്ക്കാൻ നോക്കുക. ബാക്കിയൊക്കെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം. ലൈൻസ് നല്ല സ്മൂത്തായിട്ട് പോവുകയാണെങ്കിലേ ആ ഒരു ഭംഗി വരത്തുള്ളൂ.
എവിടേക്കാണ് അബ്സ്ട്രോക്ട്സ് വരുന്നത് അവിടെ മാത്രം ഷെയ്ഡ് ചെയ്യുക. ആദ്യം പേന വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അതിൻ്റെ എൻഡ് പോർഷനിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് വെത്താൽ മതി, ചെറിയൊരു ഷെയ്ഡിങ്. എന്നിട്ട് നമ്മൾ ബ്രഷ് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ടച്ച് ചെയ്യുക. ഇപ്പോൾ നമ്മൾ റിബൺ കാലിഗ്രഫി A to Z എഴുതിയിട്ടുണ്ട്, കണ്ടില്ലേ? നല്ലൊരു ഭംഗിയാണ് കാണാൻ. ഒരു കറക്റ്റ് ഒരു റിബണിൻ്റെ അകത്ത് നമ്മൾ എഴുതിയേക്കുന്നത് പോലെ തന്നെയാണ് തോന്നുന്നത്. നല്ലൊരു ബ്യൂട്ടിയാണ് കാണാൻ, കണ്ടില്ലേ? വീഡിയോയിൽ ഞാൻ ഔട്ട്ലൈൻ ചെയ്തപ്പോൾ ഈ ബാക്കിലത്തെ പോർഷൻ മേളിലോട്ടും, അതായത് അബ്സ്ട്രോക്ക് മേളിലോട്ടായിരുന്നു വന്നത്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കുക, അത് ബാക്കിലോട്ടാണ് പോകേണ്ടത്. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ലുക്കാണിത്. ഇങ്ങനെയാണ് ശരിക്കും വരേണ്ടത്. അപ്പം ഓയ്ക്കകത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഡൗൺ സ്ട്രോക്കിൻ്റെ മേളിലാണ് ഈ ഒരു ഡൗൺ സ്ട്രോക്ക് ഓവർലാപ്പ് ചെയ്ത് വരുന്നത്. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത് രണ്ടും ഇപ്പം കറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ്. അപ്പം മെയിനായിട്ട് നമുക്ക് റിബൺ കാലിഗ്രഫി ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഈ ഡൗൺ സ്ട്രോക്കും അപ്പ് സ്ട്രോക്കും വരുന്നത് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ ആകെ ഒരു മെത്തേഡ് മാത്രമേ ഉള്ളൂ, അതാണ് പ്രാക്ടീസ്. നമ്മൾ എത്രയധികം പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയും നല്ലതാണ്. പുതിയൊരു കാലിഗ്രഫി ഫോണ്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ നല്ല ഒരു ലുക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ കമൻസിലൂടെ അറിയിക്കുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ മെറിൻ. നന്ദി, നമസ്കാരം.